ഒരുപാട് വാർത്തകൾക്കിടയിൽ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഞെട്ടുന്നത് നടൻ കൃഷ്ണപ്രസാദിൻ്റെ ഒരു വാർത്തയാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത എന്ന് തന്നെ പറയാം. നടനും കൂട്ടരും ചേർന്ന ഒരാളെ മർദ്ദിക്കുന്നതാണ് കേസ്. നടൻ കൃഷ്ണപ്രസാദിനെതിരെയും സഹോദരനെതിരെയുമാണ് കേസ്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഇത് വെളിയിലാകുന്നത്. ഡോക്ടർക്ക് മർദ്ദനം സംഭവിച്ചിരിക്കുന്നു. ഇതിനെ തുടർന്നാണ് ഈ കേസ് ഇപ്പോൾ പറയുന്നത്. കോട്ടയം ശ്രീനിലയം വീട്ടിൽ ഡോക്ടർ പി ശ്രീകുമാറിനെയാണ് കൃഷ്ണപ്രസാദും സഹായി കൃഷ്ണകുമാറും ചേർന്ന് മർദ്ദിച്ചുവെന്ന പരാതി തന്നെ നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് 67 വയസ്സാണ്. അദ്ദേഹത്തിൻ്റെ വയസ്സുകൊണ്ട് തന്നെ വളരെയധികം ബഹുമാനിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പോലും തൊടാൻ പാടില്ലായിരുന്നുവെന്നും പറയുന്നു. എന്ത് തർക്കമുണ്ടായാലും എന്ത് പ്രശ്നമുണ്ടായാലും തള്ളുകയോ ഉന്തുകയോ പോലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രായമാണ്. സമപ്രായം പോലും അല്ല. അതുപോലും മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലൊരു ഉപദ്രവം നടന്നിട്ടുള്ളതെന്ന് പോലീസ് തന്നെ ഇപ്പോൾ ആദ്യത്തെ പ്രഥമ അന്വേഷണത്തിൽ പറയുകയുണ്ടായി. കോട്ടയം നഗരത്തിൽ താമസിക്കുന്ന ഡോക്ടർ ചങ്ങനാശ്ശേരി പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനടുത്ത് ഭാര്യയുടെ പേരിലുള്ള പുരയിടത്തിലെത്തിയപ്പോഴാണ് ഈ സംഭവമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് പരാതിയിൽ പറയുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു. അവിടെ ശ്രീകുമാർ പുതിയ വീട് നിർമ്മിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി തൊഴിലാളികൾ കല്ല് കെട്ടിയപ്പോൾ കൃഷ്ണപ്രസാദ് തടയുകയും കല്ല് കെട്ടിയാൽ പൊളിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഡോക്ടർ സ്ഥലത്തെത്തിയത്. അപ്പോൾ കല്ലിട്ട സ്ഥലത്ത് വില്ലേജ് ഓഫീസുമായി കൃഷ്ണപ്രസാദും എത്തി. ഇത് മൊബൈലിൽ പകർത്താനിടയിലാണ് മർദ്ദനമേറ്റതെന്ന് പരാതി. ഡോക്ടർ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തേടിയിട്ടുണ്ട്. എന്നിട്ടാണ് അദ്ദേഹം പരാതി നൽകിയതും. വയസ്സും എല്ലാം ഉപയോഗിച്ച്, അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റും എല്ലാം ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയും കൂട്ടാളിക്കെതിരെയും പരാതി ലഭിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൃഷ്ണപ്രസാദിൻ്റെ പ്രതികരണത്തെക്കുറിച്ചും എല്ലാവരും ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണപ്രസാദ് എന്താണ് പറഞ്ഞത് എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഡോക്ടറുടെ പരാതി കളവാണ് എന്ന് തന്നെയാണ് കൃഷ്ണപ്രസാദ് ആദ്യ പ്രതികരണത്തിൽ തന്നെ വെളിപ്പെടുത്തിയത്. ഇത് പ്രതീക്ഷിക്കാവുന്നതായിരുന്നുവെന്നും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ പറയുമെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത്. എന്നാൽ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തതയോടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. വയൽ നികത്തിയ സ്ഥലത്താണ് ഡോക്ടർ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നതെന്നും ഇവിടെ റോഡിനോട് ചേർന്നുള്ള വെള്ളമൊഴുകുന്ന ഓട നികത്താനുള്ള ശ്രമത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഭൂമി കയ്യേറ്റത്തിനെതിരെ മുൻപും പരാതി നൽകിയിട്ടുണ്ട് ഞങ്ങൾ. ഇത് തൻ്റെ മാത്രം ആവശ്യമല്ലെന്നും സ്ഥലത്തെ 40ഓളം കുടുംബങ്ങളുടെ പൊതു ആവശ്യമാണെന്നും അതിനാൽ ഇടപെട്ടതെന്നുമാണ് കൃഷ്ണപ്രസാദ് തന്നെ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾ നിൽക്കവെയാണ് തനിക്കെതിരെ ഈ ആരോപണമെന്ന് നടൻ പറയുന്നുണ്ട്. ഇത് കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ചുള്ള വാക്കുകൾ കൊണ്ടും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുകയാണ്. ഒരു താരത്തിനെതിരെ പരാതി വന്നാൽ, അതും ഇത്തരത്തിലുള്ളൊരു പരാതി വന്നാൽ അത് സത്യമാണ് എന്നേ അത് പുറമെ വിശ്വസിക്കൂ. അയാളുടെ നിസ്സംഗത അവസ്ഥ പോലും മനസ്സിലാക്കാതെയാണ് ഈ വാർത്ത ഇത്രയും പരന്നത്. എന്താണ് സത്യമെന്ന് പോലും അറിയില്ല. പോലീസ് ആദ്യം അന്വേഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പരാതി ലഭിച്ചു എന്നത് മാത്രമാണ് ആദ്യമേ പറയുന്നൊരു കാര്യം. ഇതിനെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചയിൽ നിൽക്കുന്നൊരു പ്രധാന വിഷയമായി മാറുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.